ഹലോ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബ്ലൗസാണ്. ഇതിൽ സ്ലീവിലെ സ്പ്രെഡിങ്ങും സ്ലീവിൻ്റെ താഴെയായിട്ട് ബോർഡർ വർക്ക് 1.25 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. റെഡ് കളറുള്ള ട്യൂബ് ബീഡ് വേണം, കട്ട് ബീഡ് വേണം, സ്റ്റോണ്, സീക്വൻസ്, ഷുഗർ ബീഡ്, പിന്നെ നീഡിൽ ഞാൻ 2 തരം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീന് കട്ട് ബീഡ് വേണം, പിന്നെ ഒരു ട്യൂബ് ബീഡും 2 തരം. ലൈനിങ് ക്ലോത്ത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അതിന് ശേഷം ഞാൻ സ്ലീവാണ് ആദ്യം ചെയ്ത് കൊടുക്കുന്നത്. സെറി ത്രെഡ് വെച്ചിട്ട് 2 തവണ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫസ്റ്റായിട്ട്. ഞാൻ 2 ലൈനായിട്ട് സെറി ത്രെഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ട്യൂബ് ബീഡ് കൊണ്ട് ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സീക്വൻസ് വെച്ചിട്ട് ഒരു ലൈന് കൊടുക്കണം. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അതിനുശേഷം വീണ്ടും ട്യൂബ് ബീഡ് വെച്ചിട്ട് ഒരു ലൈനും കൂടി കൊടുക്കണം. അതിന് മുകളിലായിട്ട് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചതിൻ്റെ 4 പുറം ഒരു ലൈന് കൊടുക്കണം. അത് ഗ്രീൻ കട്ട് ബീഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നീട് അതിൻ്റെ സൈഡിലായിട്ട് ഒരു സീക്വൻസും ഒരു ട്യൂബ് ബീഡും, റെഡ് ട്യൂബ് ബീഡും എടുത്തിട്ട് സൈഡിലായിട്ട് കൊടുക്കുക. 2 സൈഡിൽ നിന്നും നടുകിലേക്കായിട്ട് കൊടുക്കുക. പിന്നീട് ട്യൂബ് ബീഡുകൾക്കിടയിലായിട്ട് ഒരു ഷുഗർ ബീഡും വെച്ച് കൊടുക്കണം. ആ റൗണ്ടിനും മുകളിലായിട്ട് നമുക്കൊരു ഷുഗർ ബീഡും ഒരു കട്ട് ബീഡും വെച്ച് കൊടുക്കണം. റെഡ് കട്ട് ബീഡാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് ഒരു ലൈന് കൊടുക്കണം. അത് ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് ശേഷം വീണ്ടും സീക്വൻസിൻ്റെ ഒരു ലൈന് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ സീക്വൻസ് ലൈനിൻ്റെ മുകളിലായിട്ടൊരു ഷുഗർ ബീഡിൻ്റെ ലൈനും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ ലാസ്റ്റാണ് ചെയ്തത്. ഇതിനൊരു ഫിനിഷിങ് ഇല്ല എന്ന് തോന്നിയ സമയത്ത് ഞാൻ ഒന്നും കൂടി ചെയ്ത് കൊടുത്തതാണ്. അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. പിന്നീട് ഞാൻ സ്പ്രെഡിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. 2 ട്യൂബ് ബീഡ് സൈഡിലും നടുക്ക് ഗ്രീൻ ട്യൂബ് ബീഡ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനറ്റത്തായിട്ട് സീക്വൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് ലൈനിന് വേണ്ടിയിട്ട് ആദ്യം സെറി ത്രെഡ് വെച്ചിട്ട് ഒരു ചെയിൻ ലൈൻ കൊടുക്കുന്നുണ്ട്. ചെയിൻ സ്റ്റിച്ചിന് ശേഷം ഷുഗർ ബീഡിൻ്റെ ഒരു ലൈനും വീണ്ടും ഒരു ലൈന് കൊടുക്കുന്നുണ്ട്. അത് ട്യൂബ് ബീഡ് വെച്ചിട്ടാണ്. അതിന് ശേഷം വീണ്ടും കട്ട് ബീഡും, റെഡ് കട്ട് ബീഡും ഗ്രീൻ കട്ട് ബീഡും യൂസ് ചെയ്തിട്ട് സീക്വൻസും വെച്ചിട്ട് ഇങ്ങനൊരു ഡിസൈനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഫ്രണ്ട് ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലായിട്ട് നമ്മളിങ്ങനെ ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഹാഫ് പോർഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
ഫ്രണ്ട്സ് അപ്പോൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണേ.